കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി. ഇനി നിങ്ങളത് മാറ്റി പറയണം. കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന് വെച്ചു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ട് ചിരിച്ചൊരു വൈക്കായി. ജസ്ന സലീം അറിയാലോ, കൃഷ്ണന്റെ ചിത്രം വരച്ചിട്ട് ഒരുപാട് ഹിന്ദുക്കളെ പറ്റിച്ച ഒരു യുവതിയാണ്, ഒരു മുസ്ലിം യുവതി. ഇപ്പോൾ അവർ പറയുന്നത്, ഇനി മുസ്ലിം എന്നെ കുറിച്ച് പറയരുത്, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഇനി ഞാൻ ഒരിക്കലും ഒരു തട്ടമിട്ട മുസ്ലിം പെൺകുട്ടിയല്ല. ഇങ്ങനെ തൻ്റെ മതം പരസ്യമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് അത് വിളിച്ചു പറയുന്ന അവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നി ഇതിനൊന്ന് പ്രതികരിക്കണം. കാരണം പ്രതികരിക്കണപ്പോൾ അവർ ഇസ്ലാമിൽ നിന്ന് പോയതുകൊണ്ടെന്നല്ല, ഈ തട്ടം ഇട്ടുകൊണ്ട് ഹിന്ദുക്കളെ ഇനി പറ്റിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തട്ടം ഉപേക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ, അത്ര അലങ്കാരങ്ങളേ ഉള്ളൂ. അല്ലാതെ ഒരാൾ ഇസ്ലാമിലേക്ക് പോകുന്നത് കൊണ്ടും വരുന്നത് കൊണ്ടും ആ വരുന്നവൻക്കും പോകുന്നവൻക്കുമാണ് നഷ്ടവും അതിൻ്റെ ഗുണവും. അതിലപ്പുറം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും ഇനി ഒരു മതത്തിലല്ലാതെ ജീവിക്കാനും ഏതെങ്കിലും വിശ്വാസത്തിൽ ആരും അറിയാതെ പുതിയൊരു വിശ്വാസത്തിൽ കൊണ്ടുവരാനും എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പോൾ ഇവരിത് പറയുമ്പോൾ ഇവരുടെ ഒരു വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയയിലാണ് ഇവരുടെ ഈ പ്രഖ്യാപനം വരുന്നത്. ഇതിൻ്റെ അടിയിൽ മുഴുവനും ഹിന്ദുമത വിശ്വാസികളായ ആളുകൾ ഇവരെങ്ങനെ കാണുന്നു മനസ്സിലാവും. ഓരോരുത്തരിടുന്ന കമൻറ്റുകൾ കണ്ടാൽ, നീ ഞങ്ങളെ പറ്റിച്ചിട്ട് നീ എന്ത് ചെയ്യരുത്, ഞങ്ങളുടെ മതത്തിലേക്ക് ഇങ്ങോട്ട് വരരുത്, നിന്റെ പറ്റിപ്പൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, നിനക്ക് കൃഷ്ണനെ കുറിച്ച് ഒന്നും അറിയില്ല, വെറും ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നത് മുഴുവനും ഹിന്ദുമത വിശ്വാസികൾ തന്നെ. പക്ഷെ ഇപ്പോഴും ഇവരുടെ മനസ്സിലുള്ള മുസ്ലിം ശത്രുത ഇവരുടെ വാക്കുകളിൽ കാണാം. പക്ഷേ ഇവർ ഗുരുവായൂർ അമ്പലത്തിൽ വീഡിയോ കയറാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടാവാൻ കാരണം ഇവരുടെ തോന്നിവാസങ്ങൾ കാരണമാണ്. ഇവരാണ് അവിടെ പോയിട്ട് റീൽസൊക്കെ എടുത്തിട്ട് അവസാനം ഹൈക്കോടതി ഇടപെടുകയും അവിടെ ഇനി മുതൽ ഒരാൾ വീഡിയോ എടുക്കരുത് നിയമം ഉണ്ടാക്കി. ആദ്യം നിങ്ങൾ പറയുന്ന വീഡിയോ ഒന്ന് കാണും. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും. എന്തെന്ന് ചോദിച്ചാൽ, ഇതുവരെ ജസ്ന സലീം തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ജസ്ന സലീമിന് മതമില്ല. ഇനി ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. ഇനി ഒരു തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി വരൂല. ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം, അല്ലെ നിനക്ക് ഏതാണ് മതം, അല്ലെ നിനക്ക് മരിക്കണ്ടേ, നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്ത് അല്ലെ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത്. അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഒരു മതത്തിൻ്റെ പേരിൽ ഇപ്പം നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി. ഇനി നിങ്ങളത് മാറ്റി പറയണം. കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന് വെച്ചു. നല്ല തീരുമാനം. കാര്യം ഏതിലെങ്കിലും എപ്പോഴും നമുക്ക് അതാണ് നല്ലത്. നമ്മൾ ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അപ്പം ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്, അപ്പം നിങ്ങൾ കാണുന്ന പ്രേക്ഷകരും നിങ്ങളടക്കം ചിന്തിക്കും, ഞാൻ ഹിന്ദു ആയോ. ഞാൻ ഹിന്ദു ആയിട്ട് എൻ്റെ വിശ്വാസം അത് എന്താണെന്നുള്ള എൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അതെനിക്ക് പുറമെ പ്രകടിപ്പിച്ച് നിങ്ങളത് വിശ്വസിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവർക്ക് ഇനി ഇസ്ലാമിനോട് താല്പര്യമില്ല. കാരണം അങ്ങനെ നടന്നത് കൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. സത്യത്തിൽ ഈ തട്ടമൊക്കെ ഇട്ടിട്ട് ഒരു മുസ്ലിം പെൺകുട്ടി കൃഷ്ണനെ വരച്ചു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആണല്ലോ. ആ രീതിയിലായിരുന്നു ഇവർ കണ്ടിരുന്നത്. പക്ഷേ അതിന് വലിയ സ്കോപ്പില്ലെന്നും ഇവരെ മുസ്ലിം മതവിശ്വാസികളിൽ ഇവരെ കൈയൊഴിയുന്നു എന്നൊക്കെ കണ്ടപ്പോൾ പിന്നെ തോന്നി, എന്നാൽ ശരിയായ രീതിയിൽ ഒരു പൊട്ടൊക്കെ ഇട്ട് ഹിന്ദു മതവിശ്വാസിയായിട്ട് നടക്കുക. അങ്ങനെ നടന്നാൽ തന്നെ തൻ്റെ കൃഷ്ണൻ്റെ ചിത്രം ഒരേപോലെ ചിത്രമാണ് ഈ വരക്കുന്നത്. അതും ശരിയായ വരയൊന്നുമല്ല, അതിൽ നോക്കിയിട്ടുള്ള ഒരു ഒട്ടിക്കലാണ്. എന്നിട്ട് ആ ചിത്രം വരക്കുന്നതിന് തന്നെ അതിൻ്റെ തട്ടിപ്പുകൾ തന്നെ പല വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു. സത്യത്തിൽ ഇവർക്ക് ഈ രീതിയിലൊക്കെ നടക്കുമ്പോൾ യാതൊരുവിധ പിന്തുണയും ആ ഒരു വിശ്വാസത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് പുതിയൊരു തട്ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇനിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ ഏത് രീതിയിലാണ് ഖബറടക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെങ്ങനെയാണ്? ഇവർ പറയുന്നുണ്ട്, ഞാൻ മാത്രമാണ് ഇസ്ലാം മതത്തിൽ വിശ്വാസമില്ലാത്തുള്ളൂ, എൻ്റെ വാപ്പി ഉമ്മ വിശ്വാസക്കാരാണ്. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. നമ്മുടെ രാജ്യത്തിനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. അയാളുടെ സർട്ടിഫിക്കറ്റ് അയാൾ മുസ്ലിം ആണോ, പള്ളിക്കാട്ടി കബറടക്കാൻ യാതൊരു തടസ്സമില്ല. പിന്നെ ഓരോരുത്തരുടെ വിശ്വാസത്തിലേക്ക് വരുന്നതും വരാത്തതുമൊക്കെ അയാളുടെ പേഴ്സണൽ ചോയ്സാണ്.
നമുക്ക് നൽകുന്ന അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമാണ് ഹിദായത്ത്. അത് കിട്ടുന്നില്ലെങ്കിൽ വേറെ ഇപ്പം നമ്മളെല്ലാവരും കൂടി കരഞ്ഞിട്ട് കാര്യമില്ല. ഇവർ തൻ്റെ കാര്യങ്ങൾ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പം അതേപോലെ ഞാനൊരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് സുബഹി നിസ്കാരത്തോടുകൂടെ എൻ്റെ വീട്ടിൽ പാല് കാച്ചി വീട്ടിലേക്കിട്ട് കയറിയെന്ന്. അപ്പോൾ അതിനോട് കൂടെ തന്നെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, ജസ്ന സലീമിന് ഇനി മതമില്ല എന്നുള്ളത്. അപ്പോൾ ഒരാൾ പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു, മതമില്ലാത്ത ഒരാൾ എങ്ങനെ സുബഹി നിസ്കാരം നിസ്കരിച്ചു. ഞാൻ നിസ്കരിച്ചു എന്ന് എവിടെയും പറഞ്ഞില്ല. സുബഹി നിസ്കാരത്തിന് ശേഷം മൊയ്ലൂദോതി എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയുടെ ബന്ധുക്കളും അവരവരുടെ വിശ്വാസപ്രകാരം, കാരണം കണ്ണനാലാണ് എനിക്കൊരു വീടുണ്ടായത് എന്ന് വെച്ചിട്ട് കണ്ണന് ഹോമം കഴിച്ചിട്ടൊന്നല്ല ഞങ്ങൾ വീട്ടിൽ കയറിയത്. ഞങ്ങളുടെ മതപ്രകാരം ഞങ്ങളുടെ മതപ്രകാരം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും മതപ്രകാരം അവരവരുടെ വിശ്വാസപ്രകാരം ഇത്രയും കാലം അവരെങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ തന്നെ അവർ മുമ്പോട്ടും ജീവിക്കും. അവർക്കൊരു മനസ്സിനൊരാഗ്രഹം ഉണ്ടാവും, ഇന്ന കാര്യം കൊണ്ട് ഇന്ന രീതിയിൽ കയറണമെന്ന്. ആ രീതിയിൽ അവർ കയറി. കൂടെ ഞാൻ ഒരു സൈഡിൽ ഒതുങ്ങി നിന്നേ ഉള്ളൂ. ഓക്കെ. വിശ്വാസം എന്നുള്ളതും ഹിദായത്ത് എന്നുള്ളതും രണ്ടും രണ്ടാ. നമുക്ക് ഏതെങ്കിലും മതങ്ങളിലൊക്കെ വിശ്വസിക്കാം, ഏതെങ്കിലും ആദർശങ്ങളിൽ വിശ്വസിക്കാം. പക്ഷേ നമുക്ക് മരണം വരെ, നമ്മുടെ റൂഹ് പിടയുന്ന ആ സമയം വരെ നമുക്ക് അള്ളാഹു ഹിദായത്ത് തരാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തും. എത്രയോ കഥകളിലുണ്ട്. ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു വലിയൊരു ജൂത പണ്ഡിതൻ, ജൂത റബ്ബി, അദ്ദേഹം ഒരുപാട് അറിവുകൾ കൊടുക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അവസാന നിമിഷം ആ മനുഷ്യൻ്റെ ഈമാൻ പോയി. ഒരു സ്ത്രീയാലാണത്രേ അദ്ദേഹത്തിൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടത് എന്ന് പറയുന്ന ഒരു ഹദീസ് കിതാബുകളിലൊക്കെ കാണാം. അപ്പോൾ ഓരോരുത്തരുടെ ജീവിത രീതി എന്നുള്ളതല്ല, മനസ്സിലെന്താണ്, അതിൻ്റെ എൻ്റെ എങ്ങനെയാണ് നോക്കിയിട്ടാണ്. ആരെങ്കിലും ഒരാൾ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ അയാൾക്കത് വിധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊരു വിശ്വാസിക്കും വ്രണപ്പെടാനും ഇല്ല, ആശങ്കപ്പെടാനും ഇല്ല. ഇവരുടെ ഒരു ധാരണ അങ്ങനെയാണ്. ഞാനിങ്ങനെ തട്ടൊക്കെ ഉപേക്ഷിച്ചാൽ കുറേ മുസ്ലിങ്ങൾ പ്രകോപിതരാകും. ഒരു മുസ്ലിമിനും ഒരു ചുക്കുമില്ല. ഇത് ഇവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഏതായാലും ഇവരുടെ ഈ ഒരു വീഡിയോക്ക് റിയാക്ഷനായിട്ട് അവരുടെ തന്നെ, അതായത് ഹിന്ദുമത വിശ്വാസികൾ തന്നെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇവരെ എതിർക്കുന്നതും വിമർശിക്കുന്നതും. ഇനിയും ഇവരുടെ കള്ളക്കളി തുടരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞു, അവിടെ സുബീസ്കാരം കഴിഞ്ഞിട്ടാണ് പാല് കാച്ചിട്ടാണ് തുടങ്ങിയെന്ന് പറയുമ്പോൾ അതിനെപ്പോലും ഇവർ പരിഹസിക്കായത്. ഞാൻ സുബീസ്കരിച്ചിട്ടില്ല, എനിക്ക് സുബീസ്കാരത്തിൽ വിശ്വാസമില്ല, മറിച്ച് വീട്ടുകാരാണ് അങ്ങനെ നിസ്കരിച്ചോക്കെ അങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഏതായാലും ഇവരുടെ ഈ ഒരു മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു വ്രണപ്പെടാനോ അല്ലെങ്കിൽ പ്രകോപിതനാവാനോ ഒന്നും ഈ കാര്യങ്ങൾ ഇതിലില്ല. ഓരോരുത്തരുടെ വിശ്വാസം ഇഷ്ടമായ രീതിയിൽ പോവുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എവിടെ നിന്നാണ് ആരംഭിക്കുക എന്നുള്ളത്. ഒന്നോ രണ്ടോ ആളുകളാണ് തെറ്റി ഉത്തരം എഴുതിയിട്ടുള്ളത്. അറഫയിൽ നിന്നാണെന്നുള്ളത്. മിനയിൽ നിന്നാണ് ആരംഭിക്കുക. മിനയിൽ നിന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ആ ത്യാഗത്തിൻ്റെ കഥകളൊക്കെ ആരംഭിക്കുന്നത് ആ മിന താഴ്വരയിൽ നിന്നാണ്. അപ്പോൾ മിനായിലെല്ലാം സജ്ജമാണ്, ടെൻറ്റുകളൊക്കെ കെട്ടി. ഇനി അവിടെ നിന്നാണ് ഹജ്ജിൻ്റെ ആരംഭങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും അവിടെ ഹജ്ജിനെത്തിയ ആളുകളുണ്ട് എന്നുള്ള ചില കമൻറ്റുകളിൽ നിന്ന് കണ്ടിരുന്നു. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ നമ്മൾ ഈ ഒരു മിനയിൽ രാപ്പാർക്കൽ കഴിഞ്ഞിട്ട് രണ്ടാമത് മിനയിൽ താമസം കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് ചെയ്തവരും ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഹജ്ജിൻ്റെ ഒരു മനാസിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിനയിൽ നമ്മൾ ഹജ്ജിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭിച്ചു. അവിടുന്ന് പിന്നെ എന്താണ് ഹജ്ജിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഇൻഷാ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.